അതിരപ്പള്ളി മേഖലയിൽ പശുക്കിടാവിന് നേരെ പുലിയുടെ ആക്രമണം. പ്ലാന്റേഷൻ 17-ാം ബ്ലോക്കിലാണ് പുലി പശുവിനെ ആക്രമിച്ചത്. ശബ്ദം കേട്ട് വീട്ടുടമ എത്തിയതോടെ പുലി ഓടിപ്പോയി. ഇതിപ്പോൾ ഇതിന് മുന്നത്തെ കിടാവിനെ ഒരു മാസം മുന്നേ പുലി പിടിച്ച് കൊന്നുള്ളൂ. ഇത് രണ്ടാമത്തേനെ ഇന്നലെ പിടിച്ചത്. അപ്പോൾ ഇതിന് രക്ഷപ്പെട്ടു മാത്രം. കിടാവിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ എന്തോ പന്തിയുടെ വന്ന് ചെന്നപ്പോഴാണ് പുലി പിടിച്ചത്. അപ്പോൾ അതിന് വിട്ടു പോയുള്ളൂ. മുകളിൽ കയറി കിടാവിനെ ഇന്നലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടി ഡോക്ടറെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഒന്ന് കാലത്ത് വന്ന് ഇഞ്ചക്ഷനൊക്കെ ചെയ്ത്. ലിഷോയ് വിവരങ്ങൾ നൽകും. ലിഷോയ്, പുലിശല്യമുള്ള മേഖലയാണോ? അതായത് ഈ മേഖലയിൽ, പ്ലാന്റേഷൻ മേഖലയിൽ പലയിടങ്ങളിലും പുലിയുടെ സാന്നിധ്യമുണ്ട്. നമ്മൾ തന്നെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പലതവണ ഈ പുലിയുടെ ആക്രമണത്തിൽ പശുക്കിടാങ്ങൾക്ക് കൊല്ലപ്പെടുന്ന ഒരു സംഭവങ്ങളെല്ലാം തന്നെ പലതവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പുലി പിടിച്ചിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ, ഈ കർഷകൻ്റെ പശുക്കിടാവിന് തന്നെ നേരത്തെയും പുലി പിടിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഭാഗ്യം കൊണ്ടാണ് ഇന്നലെ നടന്ന സംഭവം അത് ആ പശുക്കിടാവ് രക്ഷപ്പെട്ടത്. കാരണം ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ശബ്ദം കേട്ട് വീട്ടുകാർ ലൈറ്റിട്ട് പുറത്തേക്ക് വന്ന സമയത്താണ് ഈ പുലി അവിടെ നിന്ന് ഓടി മറയുന്നത് ഇവർ കണ്ടത്. പ്രാഥമിക ചികിത്സ നൽകിയിട്ടുണ്ട്. മുഖത്താണ് പരിക്കേറ്റുള്ളത്. മുഖത്ത് നല്ല രീതിക്ക് പോറലേറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ദിവസത്തെ ഇഞ്ചക്ഷനാണ് സജസ്റ്റ് ചെയ്ത് ഈ ഡോക്ടർമാരെത്തി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ, ചികിത്സയെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. ഇനി നാളെ കൂടി ഇഞ്ചക്ഷൻ നൽകേണ്ടതുണ്ടെന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ മേഖലയിൽ വനംവകുപ്പ് വേണ്ട നടപടി സ്വീകരിക്കണമെന്നൊരു ആവശ്യമാണ് ഈ കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പശുക്കിടാവിന് മാത്രമല്ല, മുൻപ് ആ പ്രദേശത്തുള്ള പല പശുക്കിടാങ്ങളെയും ഈ പുലി പിടിച്ചിട്ടുള്ളതായാണ് ഈ കർഷകർ തന്നെ വ്യക്തമാക്കുന്നത്. ഒരു അടിയന്തരമായി ഇതിനൊരു ശാശ്വതമായ പരിഹാരം വേണമെന്നൊരാവശ്യം പലതവണയായി ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരേക്കും നടപ്പായിട്ടില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുമുണ്ട്. ശരി, MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്.